ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഡെലിവറി സ്റ്റോറിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ആ കഥ നിങ്ങളുടെ അടുത്തൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ ദിവസം അതിന് വിചാരിക്കുന്നു വീഡിയോ എടുക്കണം എന്നൊക്കെ, പക്ഷെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായില്ല. ഇനിയും എടുത്തില്ലെങ്കിൽ അത് ഭയങ്കര ലാഗായിപ്പോവും. ഇപ്പം തന്നെ ലാഗായിട്ടുണ്ട്, 19 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ എടുത്ത് ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെലിവറീൻ്റെ സമയത്ത് ഞാൻ തലേദിവസം അതിൻ്റെ പെയിനൊക്കെ വന്ന് നടക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എനിക്ക് പേഴ്സണലി ആയിട്ടും കമൻ്റ് ആയിട്ടൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചേച്ചിയും ബേബിക്ക് ഓക്കെ ആയിട്ടിരിക്കും എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ടോ ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ നമ്മളറിയാത്ത കുറേ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാവില്ലേ. അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെ കുറേ പേര് എന്തായി ചേച്ചി ഓക്കെ അല്ലേ, ഡെലിവറി കഴിഞ്ഞില്ലേ, എന്ത് ബേബിയാന്നൊക്കെ ചോദിച്ച് കുറേ പേര് ഇതുപോലെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേർക്കൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവർക്കും കൂടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പറയണത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്, താങ്ക്സ് ഒക്കെ. എന്താ വെച്ചാൽ എന്നെ കുറിച്ച് അന്വേഷിക്കും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തേനെ കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കിടക്കാം. 25-ാം തീയതി ആയിരുന്നു കേട്ടോ ഡെലിവറി നടന്നത്. അപ്പം നമ്മൾ അത് തിങ്കളാഴ്ചയാണ് വരുന്നത്. അപ്പോൾ ശനിയാഴ്ച നമുക്ക് ഡോക്ടറെ കാണേണ്ടതായിരുന്നു, ചെക്കപ്പിന് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PV ചെയ്ത് നോക്കണം. ഓൾറെഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അഡ്മിറ്റ് ആവുന്ന രീതിക്ക് വന്നാൽ മതി ആ കണ്ടീഷനിൽ നിന്ന്. അപ്പം നമ്മളെല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ PV ഒക്കെ ചെയ്ത് നോക്കി. PV ചെയ്ത് നോക്കിയിട്ടൊന്നും എന്താ പറയുക വികസിച്ചിട്ടില്ല. മീൻസ് പെയിൻ എനിക്കുണ്ട് എന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ തൊട്ട് എനിക്ക് പെയിൻ വരുന്നുണ്ട്. വരും പോവും, കുറച്ച് നേരം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പോവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരും. അങ്ങനെ നിൽക്കായിരുന്നു. അത് കണ്ടിന്യൂസ്ലി വരുന്നില്ല. നമുക്ക് കുറച്ച് നേരം വന്നിട്ട് പിന്നെ പോയിട്ട് പിന്നെ വരാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഡോക്ടർ വന്നോളാൻ പറഞ്ഞിട്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴാഴ്ച വേദന വരും, ഒരു കുറച്ച് നേരം ഉണ്ടാവും, അതിന് പോവും, പിന്നെ ഒന്നുമില്ല, പിന്നെ വെള്ളിയാഴ്ച നമുക്ക് കുറച്ച് നേരം അങ്ങനെ. പക്ഷെ അങ്ങനെ വന്നിട്ടും കാര്യമില്ല. അങ്ങനെ വന്നിട്ടും അങ്ങനെ വരുമ്പോൾ വരണ്ടാന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പെയിൻ ഇടവിട്ട് വരികയാണെങ്കിൽ വന്നാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച പോകുമ്പോൾ എനിക്ക് വേദന എടുക്കുന്നുണ്ട് കേട്ടോ. വേദന ഉണ്ട്, നേരിയ തോതിൽ ഇങ്ങനെ വേദന, പീരീഡ് ക്രാംസ് ഉണ്ടല്ലോ, അതുണ്ട്. അങ്ങനെ ഡോക്ടർ PV ചെയ്തിട്ട് പറഞ്ഞു ഓൾറെഡി പെയിൻ ഉള്ള സ്ഥിതിക്ക് ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട, എന്തായാലും അഡ്മിറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ബോഡി നോക്കിയിട്ട് പറഞ്ഞു എന്താ പറയുക, പെട്ടെന്ന് പ്രസവിക്കുന്ന ഒരു ശരീരമല്ല, എളുപ്പത്തിൽ പ്രസവിക്കുന്ന ഒരു ശരീരമല്ല ദേവികയുടെ. അപ്പോൾ കുറച്ച് എന്താ പറയുക ഇതുണ്ട്. അപ്പോൾ നന്നായിട്ട് എക്സസൈസും അതേപോലെ നടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ ആ സമയത്ത്. അതാണ് ആ വീഡിയോയിൽ മുഴുവനും ഞാൻ നടക്കലും ഒക്കെ ചെയ്യണ്ടായിരുന്നു. നടക്കല് എന്തൊക്കെ എക്സസൈസൊക്കെ ഞാനിവിടെ വീട്ടിൽ ചെയ്യുന്ന അല്ല, നമ്മൾ വീഡിയോസ് ഞാൻ കാണിക്കാറുണ്ടല്ലോ, അതൊന്നല്ല, അതിൻ്റെ ഡബിൾ എക്സസൈസുകളുണ്ട്. അതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ചെയ്യൽ തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി ഓൾറെഡി ഇറങ്ങിയിട്ടില്ല, പോസ്റ്റീരിയർ പൊസിഷനിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അടിയിലേക്ക് ഇറങ്ങി വരാനായിട്ട് കുറച്ചും കൂടി വയറിറങ്ങാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്തിട്ടും ഇറങ്ങണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പേടി, ഇനിയിപ്പോൾ ഇനി എങ്ങാനും ഓപ്പറേഷൻ ആവുമോ എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ച ശനിയാഴ്ച വൈകുന്നേരം അഡ്മിറ്റായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അന്ന് വൈകുന്നേരം എനിക്ക് നല്ല പെയിൻ വന്നു. പുലർച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറം കഴിക്കുക, ഭയങ്കര വേദന, എന്ത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് പറയാം. കരച്ചിലും ഒക്കെ. 2 അമ്മമാരായിരുന്നു കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. അവരോട് 2 പുറമൊഴിയുക, കാലൊഴിയുക, എന്തിട്ടൊക്കെ ചെയ്യുക, അതൊക്കെ അവരോട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചു ഇതാണ് പ്രസവവേദന, ഇപ്പം പ്രസവിക്കുന്നത് എവിടെ. എന്നിട്ട് ഒരു 1 മണി 2 മണിക്കായപ്പോൾ ആ വേദനയും പോയി. പിന്നെ ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടാ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ശനിയാഴ്ച അഡ്മിറ്റായിട്ട് ഞായറാഴ്ച ഒരു ദിവസം വെറുതെ നോക്കാം, പെയിൻ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാം എന്ന് പറഞ്ഞു. എന്നിട്ടും ഞായറാഴ്ച വലിയ പെയിനൊന്നും വരുന്ന കാണണ്ട. ഇപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്യൂബ് ഇടാമെന്ന് പറഞ്ഞിട്ട് ഒരു 10:30 ആയപ്പോൾ ട്യൂബ് ഇടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 10:30 ആ സമയം ഇപ്പം നമ്മളെ വിളിച്ചു, ലേബർ റൂമിലേക്ക് വിളിച്ചു. വികസിക്കാത്തതുകൊണ്ട് ട്യൂബ് ഇട്ടു. എനിക്ക് ഡെലിവറീൻ്റെ പെയിനേക്കാളും ഏറ്റവും വലിയ പെയിൻ തോന്നിയത് ട്യൂബ് ഇടണ ആ ഒരു പ്രക്രിയയാണ് കേട്ടോ. ഡെലിവറീൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാനോ പിന്നീട് അത് ആലോചിക്കാനായിട്ടില്ല. പക്ഷെ ഇതിൻ്റെ വേദന എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് ഇത്തിരി കഠിനം തന്നെയാണ്. അപ്പോൾ ആ ട്യൂബ് ഇട്ടിട്ട് പിന്നെ നമുക്ക് ആ ട്യൂബ് വീണ് പോകുമ്പോഴാണല്ലോ വികസിച്ചു എന്ന് പറയുക. അപ്പോൾ ട്യൂബ് ഇട്ട് പിന്നെ ഇനി റൂമിൽ പൊക്കോ എന്ന് പറഞ്ഞു. രാവിലെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ലേബർ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ റൂം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹെൽപ്ഫുള്ളായി അത്. അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഗർഭിണികൾ ഫുള്ള് എന്താ പറയുക വേറെ ബ്ലോക്കിലൊക്കെ ആണെങ്കിൽ ലിഫ്റ്റ് ഇറങ്ങി കയറിയിട്ടൊക്കെ പോകണം, ഭയങ്കര പാടായിരിക്കും. അതുപോലെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീൽ ചെയറിൽ ഇത് പോകണ്ട. അങ്ങനെ ഇതാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല.
തൊട്ടപ്പുറത്ത് തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ ട്യൂബ് ഇട്ടിട്ട് പറഞ്ഞു ചെയ്യേണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ എന്ന് പറഞ്ഞു. വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ നടക്കേണ്ടത് നടക്കണം, എക്സസൈസ് ചെയ്യേണ്ടത് എക്സസൈസ് ചെയ്യുക, എല്ലാം ചെയ്യാൻ പറഞ്ഞു. ഇത്ര നേരം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുടർന്നോളാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഫുള്ള് പിന്നെ അതിട്ടിട്ടായിരുന്നു ഫുള്ള് നടത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വയ്യാണ്ടായി, കിടക്കാം ഉറങ്ങാന്ന് വെച്ചിട്ട് ഞാൻ കിടന്നു. ഉറങ്ങി എണീറ്റ് ബാത്റൂമിൽ പോയപ്പോൾ ട്യൂബ് പോന്നു, അതിൻ്റെ കൂടെ തന്നെ പോന്നു. അപ്പം എൻ്റെ സമാധാനം വികസിച്ചുല്ലോ. അപ്പം സമാധാനമായി, സിസേറിയൻ ഉണ്ടാവില്ലേ, നോർമൽ നടക്കും എന്നൊരു ചെറിയ തോതിൽ ഒരു 50-50% സമാധാനമായി. അതുവരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, ഓപ്പറേഷൻ ആവോ എന്നൊക്കെ ഇങ്ങനെ വികസിക്കാത്തതുകൊണ്ട്. അപ്പോൾ ട്യൂബ് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ സമാധാനമായി, ഓക്കെ സെറ്റ്. അങ്ങനെ അതുകൊണ്ട് ലേബർ റൂമിൽ കൊടുത്തു. ലേബർ റൂമിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്കിനി പുലർച്ചയ്ക്ക് മരുന്ന് വയ്ക്കാം, 2 മണി 2:30 ആകുമ്പോൾ ലേബർ റൂമിലേക്ക് വരാൻ പറഞ്ഞു. പുലർച്ചെ കേട്ടോ. വരുമ്പോൾ ബണ്ണും ചായയും കഴിച്ചിട്ട്, അതാണ് മെയിൻ സാധനം, ചായയും ബണ്ണും കട്ടൻ ചായ ആയിരിക്കണം, കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. മരുന്ന് വയ്ക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് 2 മണിയൊക്കെ ആയപ്പോൾ അലാറം വെച്ച് എണീറ്റ് കുളിച്ചില്ല, പല്ലൊക്കെ തേച്ചിട്ട് ചായയും ബണ്ണൊക്കെ കഴിച്ച് ലേബർ റൂമിൽ പോയിട്ട്. അപ്പോൾ ചെറിയൊരു മരുന്ന് വയ്ക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഗുളികേൻ്റെ ഒരു 1/4 പോർഷൻ ഇട്ടാ, ഒരു കുഞ്ഞൊരു കഷ്ണമാണ്, അത് തന്നു. അത് കഴിച്ചു. അത് കഴിച്ചിട്ട് അവിടെ ലേബർ റൂമിൽ കിടന്നു കേട്ടോ. ഒരു 5 മണി, പുലർച്ചെ ഒരു 5 മണി 5:30 വരെ അവിടെ കിടന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പറഞ്ഞു റൂമിലേക്ക് പൊക്കോളൂ, പോയിട്ട് ഫ്രഷായിട്ട് ആവിയിൽ വേവിച്ച ഫുഡ് എന്തെങ്കിലും, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയോ നൂലപ്പോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ റൂമിൽ പോയി കുളിച്ച്, നൂലപ്പായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്ന, നൂലപ്പൊക്കെ കഴിച്ച് തിരിച്ച് 7 മണി ആകുമ്പോഴേക്കും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ച് ലേബർ റൂമിലേക്ക് തന്നെ പോയപ്പോൾ എനിക്ക് അതേപോലെ തന്നെ വേറൊരു കഷ്ണം കൂടി ഗുളിക തന്നു കേട്ടോ. അപ്പം എനിക്ക് വേദന ഒന്നും വന്നിട്ടൊന്നുമില്ല, അപ്പോഴും വേദന ഒന്നും വന്നിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുളിക കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് അവിടെ കിടന്നോളാൻ പറഞ്ഞു. ഒരു 9:30 ആയപ്പോൾ റൂമിലേക്ക് എനിമ വയറ് കഴുകാൻ പോവാണെന്ന് പറഞ്ഞു, എനിമ തരാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ എനിമയും തന്നു, എനിമയും വെച്ചു. എനിമ വെച്ചിട്ട് പറഞ്ഞു റൂമിലേക്ക് വേണമെങ്കിൽ റൂമിലത്തെ ബാത്റൂമിൽ പൊക്കാന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ, വേണമെങ്കിൽ അങ്ങോട്ട് പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ ബാത്റൂമിൽ പോയി മുടിയൊക്കെ 2 സൈഡിൽ പിന്നെ കെട്ടി വരാനൊക്കെ പറഞ്ഞിട്ട് റബ്ബർ ബാൻഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ടാണ് റൂമിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയി ബാത്റൂമിലേക്ക് പോയി ഇതൊക്കെ പിന്നെ കെട്ടി. അപ്പോൾ വേദന വന്നു തുടങ്ങി കേട്ടോ. എനിമ തരുന്ന സമയമൊക്കെ ആയപ്പോൾ എനിക്ക് വേദന ചെറിയ രീതിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മുടിയൊക്കെ കെട്ടിയിട്ട് പിന്നെ ഞാൻ റൂമിലേക്ക് പോയിട്ടില്ല, എൻ്റെ റൂമിലേക്ക് പോയിട്ടില്ല, ലേബർ റൂമിൽ തന്നെയായിരുന്നു. പിന്നെ അവിടെ കിടന്നു. ഡോക്ടർ ഒരു 10:30 ആയിപ്പോൾ വന്നത്, ഇതൊക്കെ എന്താണ് വേദന ഒന്നും വരുന്നില്ല, എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ വരുന്നുണ്ട് ചെറിയ രീതിക്ക് കേട്ടാ. അവർക്കിങ്ങനെ വയറുമ്പ വെച്ച് നോക്കുമ്പോൾ ഒന്നും ഒരു കൺട്രാക്ഷൻ കിട്ടുന്നില്ല. പെയിൻ്റെ വരുമ്പോൾ നമുക്ക് വയറ് ടൈറ്റ് ആവുക അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, എനിക്ക് അതിനുള്ള പെയിൻ വരുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഓൾറെഡി എനിക്ക് ഇത് അമ്നോട്ടി ഫ്ലൂയിഡ് കൂടുതലാണ്, അത് കാരണം അത് പൊട്ടിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മേനെ വിളിച്ചിട്ട് റൂമിൽ നിന്ന് തുണിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് മെയിനായിട്ട് തുണീൻ്റെ ആവശ്യം വന്നത് കേട്ടോ. അത് കുറേ അധികം ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ലെങ്കോട്ടി പോലെ ഉടുക്കാനായിട്ടാണ് ഈ തുണി ചോദിക്കുന്നത്. അങ്ങനെ ഒരു 3-4 വട്ടം മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഡോക്ടർ വന്നൊരു 10:30 കഴിഞ്ഞപ്പോൾ എന്നെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് വെള്ളം വരില്ല, അപ്പോൾ തന്നെ ഇത് ചുറ്റി കെട്ടി. അങ്ങനെ കുറേ വട്ടം അതും ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൂയിഡ് പോണതിനനുസരിച്ച് എനിക്ക് വേദന കൂടി വന്നു തുടങ്ങിയിട്ടാണ്. ഒരു 10:30 തൊട്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 11 മണി തൊട്ട് 1 മണി വരത്തെ വേദന ഞാൻ സഹിച്ചു. വലിയ അലമ്പില്ലാണ്ട് ഞാൻ മാക്സിമം സഹിച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് വേദന. അപ്പോഴൊക്കെയുള്ള ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാർ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അവർക്ക് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കാം. അതാണ് ആ ഹോസ്പിറ്റലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ. അമ്മമാർക്ക് നല്ല ഹസ്ബൻഡ് ആയാലും വന്ന് നിൽക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്ത സ്ഥിതിക്ക് അമ്മേനെ എന്തായാലും കയറ്റിയവർ അമ്മയോട് വന്ന് നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഫുൾ ടൈം അമ്മേൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ആശ്വാസം തന്നെയായിരുന്നു. അതേപോലെ തന്നെ പറയാൻ വെച്ചാൽ നേഴ്സുമാരും നല്ല നേഴ്സുമാരായിരുന്നു കേട്ടോ. ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമ്മളതിനെ അതേപോലെ കെയർ ചെയ്യുന്ന സിസ്റ്റർമാരായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് അതിൻ്റെ തന്നെ ഭയങ്കരമായി സന്തോഷം. എന്താ വെച്ചാൽ നമ്മൾ പറയില്ലേ, ഡോക്ടേഴ്സ് നമുക്ക് ആ ഡെലിവറീൻ്റെ സമയത്തേക്കേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള സമയത്ത് മുഴുവനും ഉണ്ടാവുക നേഴ്സുമാരാണ്. അവരാണ് നന്നായിട്ട് ഇരിക്കേണ്ടത്. പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര നല്ല ഒരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും നല്ല കമ്പനി ആയിട്ടുള്ള നേഴ്സുമാരായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മോനെ എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ, പെയിൻ വരുന്നുണ്ടെങ്കിൽ പറയണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യുന്നവരായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ലേബർ റൂമിലത്തെ കഥകൾ ആലോചിക്കുമ്പോഴേ ഇപ്പം ചിരിയാണ് വരുന്നത്. എന്താ വെച്ചാൽ ഞാൻ കുറേ സാധനങ്ങൾ ആ സമയത്ത് ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്.
1 മണി ആ സമയമൊക്കെ ആയപ്പോൾ കുറേ കോമഡികളാണ്. 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പറയാണ് എനിക്കെന്താണോ പെട്ടെന്ന് ചിക്കൻ ബിരിയാണി തിന്നാൻ തോന്നണേ. വേദന വന്ന് കിടക്കാനിട്ടാ. അപ്പം എനിക്ക് ചിക്കൻ ബിരിയാണി തിന്നാൻ തോന്നുന്നത്. അപ്പം ഞാൻ അമ്മ ചിക്കൻ ബിരിയാണി തിന്നാൻ പറ്റുമോ? അപ്പം അമ്മ പറഞ്ഞു ഇല്ല മോളെ ഇപ്പം തിന്നാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ അവിടെ നിൽക്കണ്ടേട്ടോ, നേഴ്സ് നിൽക്കുക. അപ്പം ഞാൻ നേഴ്സ് സിസ്റ്ററെ ചിക്കൻ ബിരിയാണി തിന്നാൻ തോന്നുന്നുണ്ട്, തിന്നാൻ പറ്റുമോ? അപ്പം സിസ്റ്റർ പറഞ്ഞു ചതിക്കല്ല മോളെ, എനിക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് തിന്നാം എന്നൊക്കെ കേട്ടോ പറയണ്ടായിരുന്നെ. എനിക്കറിയില്ല ആ സമയത്ത് എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 1 മണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വേദന അവിടെ കൂടി അങ്ങോട്ട് തുടങ്ങി. അതുവരെ ഗ്യാപ്പിട്ട് വരുന്ന വേദന പിന്നെ അടുപ്പിച്ചായിട്ടാ. അവനൊരു 1:45 ആവാറ് നല്ല വേദനയാണ്. ആ സമയത്ത് നേഴ്സുമാർ വന്ന് പറയുന്നുണ്ട് അമ്മ വേണമെങ്കിൽ പൊക്കോ, പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നു, ഉച്ചയായില്ല ഞങ്ങൾ നോക്കിയോളാം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കാട്ടക്കുമേ അമ്മ പൂവല്ലേട്ടെ. ആകെ അമ്മയോട് നിൽക്കുന്നതാണ് എനിക്കൊരു ആകെയുള്ളൊരു ആശ്വാസം. ഞാൻ പറയാം അമ്മ പൂവല്ലേട്ടാ. അപ്പം അമ്മ ഇല്ല പോവില്ല. അമ്മ ഭയങ്കര ബോൾഡായി നിന്നുകൊണ്ട് അമ്മ എൻ്റെ പോലെ വീണ അവിടെ പോവുകയാണെങ്കിൽ കഴിഞ്ഞു. അമ്മ പക്ഷെ നല്ല കട്ടക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ലേബർ റൂമിലേക്ക് പോകുന്നതിനൊക്കെ മുന്നായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, നമുക്ക് നല്ല വേദനയൊക്കെ വരുമ്പോൾ നമ്മുടെ തള്ളവിരലുണ്ടല്ലോ, 2 തള്ളവിരലും കാലിൻ്റെ ഇങ്ങനെ ടൈറ്റാക്കി പിണച്ച് പിടിക്കുക, ഇങ്ങനെ നിവർത്തിയിട്ട്, എന്നിട്ട് ഓം നമഃ ശിവായ ചൊല്ലിയാൽ മതി. അപ്പം നമുക്ക് വേദന കുറയുന്ന പോലെ തോന്നുന്നു. പക്ഷെ അത് കാര്യമുള്ള കാര്യം കേട്ടോ. എനിക്ക് നല്ല എഫക്റ്റീവായിരുന്നു അത്. ആദ്യം തുടക്കത്തിലൊക്കെ ഞാൻ ഭയങ്കര പതുക്കെ നമസ്കാരം അങ്ങനെയായിരുന്നു പറയേണ്ടത്. പിന്നെ വേദന വരുന്ന സമയത്തുണ്ടല്ലോ ഉറക്കിയാണ് ഓം നമ ശിവായ. പിന്നെ വേറെ എന്തൊക്കെയോ കുറേ നാമങ്ങൾ ഫുള്ള് ഭജന കണ്ടായിരുന്നു അമ്പലത്തിത്തെ. അവസാനം അവർ വിചാരിച്ചു ഇതെന്താണ് അമ്പലത്തിത്തെ ഭജനിയ, എന്താണ് അമ്പലമാണെന്ന് വെച്ചിട്ടുണ്ടോ. അതിനിടയ്ക്ക് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പെട്ടെ എനിക്ക് വേദന കൊണ്ട് ഇങ്ങനെയെങ്കിലും പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അയ്യോ എന്നിട്ട് പക്ഷെ എനിക്ക് അധികം 11 മണി തൊട്ട് ഒരു 1 മണി തൊട്ട് പറയുകയാണെങ്കിൽ 11 മണി തൊട്ട് 1 മണി വരെയ്ക്ക് അത് വേദന കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 1 മണി തൊട്ട് 2:45 വരുന്ന വേദന എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ടോട്ടലി പെയിൻ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് 10-15 മിനിറ്റ് ഒക്കെ ഉണ്ടാവും, അല്ല 10 മണിക്കൂറും ഒക്കെ ഉണ്ടാവുക. എൻ്റെ അമ്മയ്ക്കൊക്കെ 13 മണിക്കൂറൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നെ ഡെലിവറി ആവുന്ന സമയത്ത്. അത്രയൊന്നും എനിക്കുണ്ടായിരുന്നു. എനിക്ക് വെറും 3-3.5 മണിക്കൂറൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതിന് 2 മണിക്ക് ആവുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ടും പെയിൻ മാറി. അത് നമുക്കറിയാമല്ലോ, പുഷ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടിങ്ങനെ ഇറങ്ങി വരുന്ന നമുക്കറിയാം, ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ എന്തോ സാധനം വരുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നേഴ്സുമാർ വരും. അത് കഴിഞ്ഞിട്ട് ജൂനിയർ ഡോക്ടേഴ്സ് വന്നിട്ട് PV ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നുണ്ട് വരുന്നുണ്ട് തോന്നിട്ടേക്ക് പുഷ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസിയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ് ചെയ്യാൻ പാടില്ല, സ്റ്റാർട്ടിങ്ങിൽ പുഷ് ചെയ്യണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് അവർ പറയും അപ്പോൾ തൊട്ട് പുഷ് ചെയ്താൽ മതി. പക്ഷെ നമുക്കിങ്ങനെ ഇപ്പം പോവും എന്നുള്ള ഒരു ഇതിലാണ്. നമുക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ലൂസ് മോഷനൊക്കെ വരുമ്പോൾ എന്താ പറയുക, പോവാനൊരു ബാത്റൂമിൽ പോകാൻ ഓടണില്ലേ നമ്മൾ, ഏത് ബാത്റൂം വെച്ചാൽ പറ്റത്തായിരിക്കും, നമുക്ക് ഇവിടെ നിന്ന് അവിടെ ഓടി എത്തണം. അപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, നമുക്ക് അവിടെ വരെ എത്തേണ്ട ഒരു ഇത്. ആ ഒരു സാധനമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് ഇരുന്ന് നമുക്ക് പുഷ് ചെയ്യാനായിട്ടുള്ളൊരു സാധനമില്ല, ആ ഒരു ടെൻഡൻസി അത് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഇത്. ശരിക്കും അത് തന്നെയാണ്. അങ്ങനെ 2-3 വട്ടം വന്നിട്ട് അവർ അങ്ങനെ PV ചെയ്ത് നോക്കിയിട്ട് ഇറങ്ങി വരുന്നേ ഉള്ളൂ. പറഞ്ഞു മോളായിട്ടില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ PV ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവും, അപ്പം നന്നായിട്ടാവട്ടെ, കുറച്ചുകൂടി ടൈം എടുക്കും, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നല്ല പൊളിയായിട്ട് കരഞ്ഞു. എന്താ വെച്ചാൽ അപ്പുറത്തെ ഒരു ചേച്ചി വേറെ ഇതുപോലെ ഡെലിവറി ആവാനായിട്ട് കിടക്കുന്നുണ്ട്. ആ ചേച്ചി ഇതേപോലെ അന്ന് പുലർച്ചയ്ക്കാണ് ആൾ ഡെലിവറി ആവണ്ടേ. ആൾ തന്നെ പേടിച്ച് പോയിട്ടോ, ദൈവം എൻ്റെ ഓളി വരിട്ട് പുറത്ത് കേൾക്കാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ 1:45 2 മണിയായി, 2:45 ഞാൻ ഡെലിവറി കഴിഞ്ഞു കേട്ടാ. അത്ര തന്നെ ഒരു 3/4 മണിക്കൂറാണ്. 3/4 മണിക്കൂറത്തെ വേദന എന്നല്ല, പുഷിങ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ അപ്പോഴേക്കും എൻ്റെ ഓളി സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ നഴ്സുമാർ അടിയിൽ നിന്ന് ഡോക്ടറെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ OP-യിലായിരുന്നു. അങ്ങനെ ഡോക്ടർ മോളിൽ കയറി വന്നു. അപ്പോൾ ഡോക്ടർ മറ്റേ എന്താ പറയുക എപ്പിഡ്യൂറൽ ചെയ്യേണ്ടി വരും, എന്ന് വെച്ചാൽ എനിക്ക് വേദന ഒട്ടും സഹിക്കുന്നില്ല, എപ്പിഡ്യൂറൽ ചെയ്യേണ്ടി വരും എന്ന് വെച്ചിട്ടാണ് ഓടി വന്നതുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ PV ചെയ്ത് നോക്കിയപ്പോൾ വികസിച്ചു, ഇപ്പോൾ കുട്ടി വരും. അതായിരുന്നു എനിക്ക് ഇത്ര പുഷ് ചെയ്യാനുള്ള പെയിൻ ഉണ്ടായിരുന്നു ആ ലാസ്റ്റ് മിനിറ്റിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ എപ്പിഡ്യൂറലൊന്നും എടുക്കാനുള്ള സമയമില്ല ദേവിക, നമുക്ക് ഇവിടെ വെച്ച് 2 വട്ടം പുഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മെയിൻ നോർമൽ ലേബർ റൂമിൽ എടുക്കുന്നത്. ഇനി മെയിനായിട്ടുള്ള ലേബർ റൂമിൻ്റെ ഒറ്റ റൂം, അവിടെയാണ് ഡെലിവറി നടക്കുക. അപ്പോൾ അവിടേക്ക്
പോവാം, 2 വട്ടം ഇവിടെ പുഷ് ചെയ്തോളാൻ പറഞ്ഞു. 2 വട്ടം ഞാൻ മാക്സിമം എടുത്ത് പുഷ് ചെയ്തു. അപ്പോഴേക്കും അമ്മോട് പറഞ്ഞു കേട്ടോ പുറത്തേക്ക് നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഹസ്ബൻഡിനെയും കൂടി കൊണ്ടുപോകാൻ പറ്റിയാനെ, പക്ഷേ ഇല്ലാത്തതുകൊണ്ട് പറ്റില്ല. അപ്പം അമ്മമാരെ കയറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഡോക്ടർ അമ്മനെ കയറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല മോളെ അമ്മനെ കയറ്റില്ല, അമ്മമാർക്ക് അത് കണ്ടെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇല്ല എൻ്റെ അമ്മനെ കയറ്റ്, എൻ്റെ അമ്മ ബോൾഡാ, എൻ്റെ അമ്മനെ കയറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇല്ല അമ്മയ്ക്ക് കണ്ടെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എങ്ങനെയാണെന്നറിയില്ല, ഞാൻ നടന്നിട്ട് തൊട്ടപ്പുറത്തെ ലേബർ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തലേ ദിവസം ഞാൻ ട്യൂബ് ഇടാൻ വേണ്ടി കയറിയപ്പോൾ നമ്മുടെ 2 കാലൊക്കെ ഇങ്ങനെ കയറ്റി വെക്കേണ്ട സാധനം കണ്ടിട്ടില്ലേ, അതൊക്കെ കണ്ടിട്ടുണ്ടായിട്ടോ. അപ്പോൾ ട്യൂബ് ഇടാൻ വേണ്ടി ഞാൻ അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അങ്ങനെ ആലോചിച്ചു, ഈശ്വര ഇനി ലേബർ റൂമിൽ ഞാൻ ഡെലിവറി സമയത്ത് എന്ന് വെച്ചാൽ അന്ന് കയറിയിട്ട് കാലെടുത്ത് വെച്ചിട്ട് ഇറക്കി വെക്കാൻ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്തിരി പെയിൻ, എനിക്ക് മസിൽസൊക്കെ ഭയങ്കര പെയിനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ പറ്റുമോ, എവിടെ കറക്റ്റ് ആ പെയിൻ വന്ന സമയത്ത് നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ കൈയല്ല കാലല്ല എല്ലാം എടുത്തതിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കും. കറക്റ്റ് ഞാൻ എങ്ങനെയാണെന്ന് എടുത്ത് വെച്ചതെന്ന് എനിക്കതറിയില്ല. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും കാല് ഞാൻ തന്നെ ഇറക്കി പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിസ്റ്റർ സഹായിച്ചു എന്നൊന്നൊരു കാലെടുത്ത് വയ്ക്കാൻ. അങ്ങനെ അങ്ങടേക്ക് മാറി. അപ്പോൾ ഡോക്ടർ എല്ലാവരും വന്നു. എല്ലാവരും കൂടി ഇങ്ങനെ ചുറ്റിനും നിൽക്കുക. നമുക്കറിയാലോ എങ്ങനെയൊക്കെ എടുക്കുന്ന പൊസിഷന്, അതിന് ചുറ്റിനും ഇങ്ങനെ എല്ലാവരും കൂടി വന്ന് നിന്നു. അതിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ സിസ്റ്ററിനെ ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയുക, എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ആ സിസ്റ്റർ സൗമ്യ എന്നാണ് ആ സിസ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആളെൻ്റെ ഹെഡിൻ്റെ ഈ പൊസിഷനിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലായിരുന്നു കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നേ. കറക്റ്റ് ഇങ്ങനെ അടിയിൽ നേരെയില്ല, ഇങ്ങനെ കുറച്ച് വളഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അവൻ്റെ തല വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു, ബോഡി വരാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സിസ്റ്റർ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എന്നോടത്ത് നല്ല പെയിൻ വരുമ്പോൾ ഒരു പുഷ് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പം ഞാൻ മാക്സിമം എടുത്ത് പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഹെഡ് ഒന്നും ബോഡി വരുന്നില്ല. അങ്ങനെ അവസാനം സിസ്റ്റർ ഇങ്ങനെ വയറും ഇങ്ങനെ അമർത്തി ഈ സൈഡിലാക്കി. ആളും കൂടി വിചാരിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞ ഡെലിവറി ആയത്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആളുടെ അടുത്ത് പറഞ്ഞിരുന്നു, സിസ്റ്ററും കൂടി വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഡെലിവറി ആയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തെന്ന് കാണുന്നതല്ലേ. ആളങ്ങനെ ഭയങ്കര ചിൽ മൂഡിലായിട്ടാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ച കാര്യമാണ്, എപ്പിസോട്ടമി ചെയ്യുമല്ലോ, കട്ട് ചെയ്യുമല്ലോ, അതൊക്കെ ചെയ്യുമ്പോൾ വേദന എടുക്കില്ലേ, ഇനി അത് സ്റ്റിച്ച് ഇടുമ്പോൾ വേദന എടുക്കില്ലേ എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പുഷ് ചെയ്യാൻ പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഒരു പള്ളയിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തു, എപ്പിസോട്ടമി ചെയ്യുന്നിടത്ത് ഒരു ഇഞ്ചക്ഷൻ എടുത്തു, അവിടെ കട്ട് ചെയ്തു. ഇതൊന്നും നമ്മൾ അറിയില്ല കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു. അതൊക്കെ ഭയങ്കര എന്താ പറയുക, വേദന എടുക്കില്ലേ എന്നൊക്കെ. പക്ഷെ അതൊന്നും ഇതിൻ്റെ ഇടയിൽ നമ്മൾ അറിയുക കൂടിയില്ല. ഞാൻ അറിഞ്ഞില്ല അത് വെട്ടിയതും സ്റ്റിച്ചിട്ടതൊക്കെ. അത് കഴിഞ്ഞ് 3ാമത്തെ പുഷിൽ ഉണ്ണി വന്നു. അപ്പോൾ അവൻ്റെ തല മാത്രം വന്നതുകൊണ്ട് വാക്യൂം വെച്ചിട്ടാണ് എടുത്തത്. അവനെ വാക്യൂം ഡെലിവറി ആയിരുന്നു. ലാസ്റ്റത്തെ 3ാമത്തെ വട്ടം വാക്യൂം വെച്ച് വലിച്ച് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ പുറത്തേക്ക് നമ്മുടെ ചെക്കൻ വന്നിരൊക്കെയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബേബി ബോയ് ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെഞ്ചത്തേക്ക് ഇങ്ങനെ ഷീറ്റ് ഇട്ടുണ്ടാവും. നമ്മുടെ മേത്തിങ്ങനെ ഒരു ഇടല, അതിടുമ്പോൾ ഇങ്ങനെ കണ്ണിന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോവും. സന്തോഷം കൊണ്ട് നമ്മൾ എന്തിനാ ചെയ്യേണ്ടതെന്നുള്ള ഇതിലാണ്. ആ ഒരു പുറത്തേക്ക് വന്ന നിമിഷം തന്നെ നമ്മുടെ ഉണ്ടായിരുന്ന എല്ലാ വേദനയും പോവും. വയറുവേദന പോവും, പുഷ് ചെയ്യാൻ തോന്നിയ പെയിൻ പോവും, തണ്ടൽ വേദന പോവും, നടുവേദന പോവും. ഇതൊക്കെ ഒന്നും ചെയ്യുമ്പോൾ ആണോ കാലിനുണ്ടായിരുന്ന വേദന പോവും, എല്ലാ വേദനയും പോവും. ഒരു സെക്കൻഡിലാണ് അതൊക്കെ പോണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെലിവറിൻ്റെ പെയിൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടോ. ആ ഒരു നിമിഷം നമ്മളെ ബേബീനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കൂടിയിട്ട് എല്ലാ പേരും അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ അവനങ്ങനെ വീട്ടിൽ എടുത്തിട്ടു, അവനെ ഇവിടെ വെച്ചിട്ട് എല്ലാവരും കൂടി തുടക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവിടെ നിങ്ങൾ മാറ്റി അവനെ മൊത്തം കഴുകാനും ഒക്കെ കൊണ്ടുപോകണ്ടായിരുന്നു. കഴുകി കഴിഞ്ഞിട്ട് എന്നെ പൊതിഞ്ഞ് കുഞ്ഞി മുഖം മാത്രം ആക്കിയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് ഉമ്മയ്ക്ക് കൊടുത്താലും പറഞ്ഞു. അപ്പം ഞാൻ ഉമ്മയൊക്കെ കൊടുത്ത് കറക്റ്റ് എനിക്ക് നോക്കിയപ്പോൾ എൻ്റെ പോലെ കറക്റ്റ് എൻ്റെ സൈഡല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടാ. അത് ഞാൻ പറഞ്ഞു പുറത്തേക്ക് കൊണ്ടുവെക്കോ എന്ന് പറഞ്ഞപ്പോൾ അവർ പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റിച്ചൊക്കെ ഇട്ടു, ഉള്ളിൽ ഇതാക്കി മറ്റേ ഇതൊക്കെ എടുക്കില്ലേ, പ്ലാസിൻ്റെ ഒക്കെ എടുക്കില്ലേ, അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് സ്റ്റിച്ചൊക്കെ ഇട്ടു. എനിക്ക് അധികം സ്റ്റിച്ച് ഉണ്ടായിരുന്നില്ല, 3 സ്റ്റിച്ചാ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അധികം കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിലെല്ലാം സെറ്റായി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ നേരെ പുറത്തെല്ലാവരും കാണിച്ച് ന്യൂസിൽ കൊണ്ടുപോകാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2:46 അവൻ ജനിച്ചേ. 2,965 3 കുറച്ച് ഗ്രാം കുറവുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതായിരുന്നു കേട്ടോ അവൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത്.
അങ്ങനെ അവനെ ലേബർ റൂമിൽ അല്ല NIC കൊണ്ടുപോയി. എന്നെ തിരിച്ച് അവിടെ നിന്ന് എണീപ്പിച്ച് നമ്മൾ ആദ്യം കിടന്നില്ലേ അവിടേക്ക് ആ ലേബർ റൂമിൽ അവിടെ കൊണ്ടുവന്ന് ബെഡിൽ കൊണ്ടുവന്ന് കിടന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. അല്ല ഉറങ്ങിക്കോ എന്നല്ല, അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിക്കോന്ന് തന്നെ പറഞ്ഞ ഉറങ്ങിക്കോന്ന് പറഞ്ഞു. അപ്പം കിട്ടിയൊരു സുഖം ഉണ്ടല്ലോ. നമ്മുടെ ലൈഫിൽ ഇതേപോലെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. 2 മണിക്കൂറാണ് ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇതേപോലെ എന്താ പറയുക മനസ്സറിഞ്ഞ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഇത്ര നാൾ നമ്മൾ ലെഫ്റ്റിലോട്ട് ചെരിഞ്ഞല്ലേ കിടക്കുന്നുണ്ടായിരുന്നത്. നമുക്ക് എപ്പോഴും ഇടത്തോട്ട് ചെരിഞ്ഞെടുക്കാനുള്ള പറയല്ലേ, അങ്ങനെ ചെരിഞ്ഞെടുക്കണം, മലർന്ന് കുട്ടിക്ക് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാം. ഇനി മലർന്നാണ് കിടക്കണ്ടേ. അപ്പോൾ ഒരു മലർന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ട്. ഓഫ്, അങ്ങനെയും കിടന്ന് ഞാൻ നല്ല ഒരു ഉറങ്ങിയിട്ട് അങ്ങനെ ഉറങ്ങി എണീക്കാറായപ്പോൾ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് ഇട്ടത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റൂമിൽ പോകാനായിട്ട്. ട്രിപ്പിട്ട് യൂറിൻ നമ്മൾ പാസ് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് റൂമിൽ പോകാനായിട്ട്. അങ്ങനെ അമ്മയുടെ അടുത്ത് ചായ ബണ്ണും മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ചായക്കും ബണ്ണിൻ്റെ ടേസ്റ്റ് അത് മാത്രമല്ല സണ്ണിത്തെ ചായ അടിപൊളി കേട്ടോ, ഇതേറ്റടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ പാൽ ചായയും അതേപോലെ തന്നെ ബണ്ണും മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് 2 എണ്ണം അവിടെ നിന്ന് അമ്മ തന്നു, കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് ഇട്ടതിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സബ് സിസ്റ്റർ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചു പറഞ്ഞു, ലിമോനെ ആ ട്രിപ്പ് ഫുള്ളി കഴിയട്ടെ, കഴിഞ്ഞിട്ട് പോയാൽ മതി, അപ്പോൾ നമുക്ക് നന്നായി എന്തായാലും പോകും തോന്നും. ഇത് ചിലപ്പോൾ ടെൻഡൻസി ആവും, തോന്നുന്നുണ്ടാവും, കുറച്ചുണ്ടാവുള്ളൂ, നന്നായിട്ടാവട്ടെ, യൂറിൻ ആവട്ടെ, എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. നല്ലൊരു കാര്യമായി. അപ്പോൾ ട്രിപ്പ് ഇട്ട് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തു. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോട് കൂടിയിട്ട് അതുകൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അമ്മനെ പിടിച്ച് നമ്മൾ യൂറിൻ പോയി പാസ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മയോട് ഡ്രസ്സ് റൂമിൽ നിന്ന് കൊണ്ടുവന്നോളം പറഞ്ഞു. അങ്ങനെ ഡ്രസ്സൊക്കെ ഇടിച്ച് ഞാൻ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ലേബർ റൂമിൻ്റെ പരിപാടി ലേബർ റൂമിന് ഞാൻ വിഡാണ് ലേബർ റൂമിലത്തെ കാര്യങ്ങൾ. അങ്ങനെ നേരെ റൂമിലേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതും അപ്പോൾ സൗമ്യ സിസ്റ്റർ തന്നെയാണ് എന്നെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടായില്ല. അമ്മ ഉണ്ണീനെ എടുക്കാൻ വേണ്ടി NICക്ക് വിളിച്ചു. അപ്പോൾ അമ്മ ഇങ്ങോട്ട് പോയിക്കായിരുന്നു. അപ്പം ഞാനും അവനും ഒരുമിച്ച് തന്നെയാട്ടോ റൂമിലേക്ക് എത്തണ്ടായിരുന്നത്. റൂമിൻ്റെ അവിടേക്ക് എത്തുമ്പോണ്ട് എൻ്റെ പൊന്നെ നാട്ടിലത്തെ നാട്ടുകാർ മുഴുവനുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട് റൂമിൽ, കുറേ പേര്. എന്നുവെച്ചാൽ നമ്മളെ പുറത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും റൂമിലിട്ട് പൂട്ടിക്കായിരുന്നു. കുറച്ച് പേര് മാത്രമേ പുറത്തുണ്ടായിരുന്നുള്ളൂ. ബാക്കി റൂം എടുത്ത് തുറന്നു നോക്കിയപ്പോഴേ നിറച്ച ആൾക്കാർ. ഇത് എൻ്റെ വീട്ടിൽ നിന്നും അതിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ വീട്ടിലത്തെ ആദ്യത്തെ കുട്ടിയാണ്, അതും ആൺകുട്ടിയല്ലേ. അപ്പോൾ പിന്നെ വരാണ്ടിരിക്കില്ലല്ലോ, എല്ലാവർക്കും ഇങ്ങനെ പേരക്കുട്ടികളുള്ള ആദ്യത്തെ കുട്ടിയാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കുന്നു. അപ്പോൾ ഡെലിവറി പ്രസവം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക നടന്ന് തന്നെയാണ് ഞാൻ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റൂമിൽ പോയി ഉമ്മീനെയും കണ്ടു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ലേബർ റൂമിൽ വെച്ചിട്ട് ഒരു കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങിക്ക് എണീറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ ഉമ്മീനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫീഡ് ചെയ്യിക്കാനായിട്ട്. അങ്ങനെ അവനെ ഫീഡ് ചെയ്യിച്ചു. വീണ്ടും NICക്ക് കൊണ്ടുപോയി. എന്നിട്ടാണ് പിന്നെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോയതൊക്കെ ഉണ്ടായേ. അങ്ങനെ റൂമിലെത്തി. അത് വീഡിയോ കോൾ ചെയ്തു. അതിനിടയ്ക്ക് അവനാണെങ്കിൽ അവിടെ സമാധാനമില്ല, എന്തൊട്ടെ ഏതാന്നൊക്കെ അറിയാത്തതിൻ്റെ ഒക്കെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ പറയണ്ടല്ലോ, അടുത്തും കൂടി ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ എന്തെങ്കിലുമൊക്കെ അറിയുള്ളൂ. അങ്ങനെ ഞാൻ റൂമിലെത്തി കഴിഞ്ഞിട്ട് എന്നെ ഉണ്ണിനെ വെച്ചത് വീഡിയോ കോളൊക്കെ ചെയ്ത് ഓക്കെയൊക്കെ സുഖല്ലേ സെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണമായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ണിനെ കണ്ട് എല്ലാവരും പോയിട്ടോ പെട്ടെന്ന് തന്നെ. പിന്നെ കിടന്നുറങ്ങി. അങ്ങനെയാണ് ഉണ്ടായി. അപ്പോൾ ഇതാണ് എൻ്റെ ഡെലിവറീൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായില്ല കേട്ടോ. നോർമലായിട്ട് നല്ല പക്ക നോർമലായിട്ട് കാഷ്വലായിട്ട് സിമ്പിളായിട്ട് അങ്ങോട്ട് തീർന്ന് കിട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരുന്നു. ഇനിയിപ്പോൾ ഇനി ആ സമയത്ത് ബ്ലഡിൻ്റെ ആവശ്യം വരുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും വന്നൊന്നുമില്ല, ഒക്കെ നോർമലായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത്, ആദ്യം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹോസ്പിറ്റൽ അടിപൊളിയായിരുന്നു കേട്ടോ. സൺ ഹോസ്പിറ്റൽ അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഡോക്ടർ നല്ല ഡോക്ടർ തന്നെയാണ്. ദീപ്തി എന്നായിരുന്നു കേട്ടോ എൻ്റെ ഡോക്ടറിൻ്റെ പേര്. അതേപോലെ തന്നെ ഡെലിവറീൻ്റെ സമയത്ത് ലേബർ റൂം ഉണ്ടായിരുന്ന 3 ഷിഫ്റ്റിലും വന്ന നഴ്സുമാരുണ്ട്, സിസ്റ്റർമാരുണ്ട്. അവർ 3 ഷിഫ്റ്റിൽ വന്നവരും എല്ലാവരും, ഒരാളെന്നല്ല എല്ലാവരും നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. ആരോട് എന്ത് ചോദിച്ചാലും അവർ പറഞ്ഞാലും നമ്മൾ നന്നായിട്ട് വന്നിട്ട് സപ്പോർട്ട് ചെയ്യും. ഒരു എന്താ പറയുക,
നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഭയങ്കര മൊരടിത്തി അങ്ങനത്തെ ഒന്നുമല്ല, ഭയങ്കര കമ്പനി ആയിട്ടുള്ള സിസ്റ്റർമാരൊക്കെയാണ്. അപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ ഒരു ഡെലിവറി സമയത്ത് ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ സൺ തന്നെയാട്ടോ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ എനിക്കിനി ഡെലിവറി ഉണ്ടെങ്കിലും ഞാൻ സണ്ണിലേക്ക് തന്നെയാണ് പോവുള്ളൂ, ഉറപ്പിച്ചിട്ടുണ്ട് അത്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സ് പറയും എക്സസൈസ് ചെയ്യണം, നന്നായിട്ട് നടക്കണം, സ്റ്റെപ്പ് കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വേണ്ടാന്ന് വെക്കരുത്. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ചെയ്യാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ ബുദ്ധിമുട്ടൊന്നും മാനിക്കാണ്ട് നന്നായി നടക്കണം. അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. അപ്പം എനിക്കത് നമ്മുടെ എന്താ പറയുക അനുഭവത്തിൽ നിന്ന് വരുമ്പോഴല്ലേ മനസ്സിലാവുക. ഞാൻ നന്നായി നടന്നിട്ടുണ്ട്, സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ തലകുത്തി നിന്നിട്ടില്ല, അതേപോലെ നിന്നിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ മസിൽസൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഇത്രയും ചെയ്തിട്ടോ എൻ്റെ മസിൽസ് ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ സമയത്ത് അധികം എന്താ പറയുക പണികളൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ബോഡി ഇങ്ങനെ സ്റ്റിഫായി ടൈറ്റായിട്ടിരിക്കും. ആ ടൈമിൽ നമുക്ക് ഡെലിവറി നടക്കണമെങ്കിൽ, അതായത് സുഖപ്രസവം എന്ന് പറയാൻ പറ്റില്ല, ഡെലിവറി നടക്കണമെങ്കിൽ നന്നായി എക്സസൈസ് ചെയ്താലാണ് അവിടെ കൊണ്ടൊക്കെ ഒന്ന് വികസിച്ചാലാണ് കുട്ടി ഇറക്കി വരുള്ളൂ. അത് വികസിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വികസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡോക്ടർമാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഡെലിവറീൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇതോട് കൂടിയിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇടുമ്പോൾ അതൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊക്കെ നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ.